എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അവിയലാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടി ഒരു മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത്, കഴുകിയിട്ട് ഇതിന് ശേഷമാണ് പച്ചക്കറി അരിയുന്നത്. ഒരു ഉരുളൻകിഴങ്ങ്, ഒരു തുണ്ട് ചേന, ഒരു കത്തിരിക്ക, ഒരു 4-5 അമരപ്പയർ, പടവലങ്ങ, ഉണ്ട്, ക്യാരറ്റുണ്ട്, 2 പച്ചമുളകുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ എടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിൽ വെച്ച് വേവിച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ നേരത്തിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഈ കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം. ചേനയൊക്കെ ഇട്ടുകൊണ്ട് സ്വല്പം വേകാനുണ്ട്. മുരിങ്ങയ്ക്ക് ചേനയും വേവുള്ളതാണ് ഉരുളക്കിഴങ്ങ്. ഇതിലേക്ക് നമുക്ക് അരപ്പൊന്നിട്ട് കൊടുക്കാം. ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി ഇളക്കി കൊടുക്കാം. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അവിയൽ. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അവിയലിവിടെ റെഡിയായി. നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു 2 സ്പൂൺ തൈര്, ചെറിയ സ്പൂണിനാണെങ്കിൽ 2 സ്പൂൺ, വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളെങ്ങനെ ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് 1 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം.